സുഹൃത്തുക്കളെ, നമ്മുടെ അധ്യക്ഷൻ ജെ സുകുമാരൻ അദ്ദേഹം ഈ നെയ്യാറ്റിൻകരയിലെ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. 2 പ്രാവശ്യം ഇവിടുത്തെ നഗരസഭയുമായി ബന്ധപ്പെട്ട് മെമ്പറായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അത് വലിയ ആൾക്കൂട്ടങ്ങൾ ഒരു കാലത്തും ഒരു യുക്തിവാദി പ്രസ്ഥാനത്തിലും ഉണ്ടാകാറില്ല. കാരണം യുക്തിവാദം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും അവരുടെ ചിന്തയും അവരുടെ ബുദ്ധിയും അവരുടെ പഠനവുമൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന ബൗദ്ധികമായ ഒരു മുന്നോട്ടുള്ള ഉയർച്ചയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പലപ്പോഴും പലർക്കും അതിൻ്റെ പല ദിശയിലും കാലുകൾ ഇടറാറുണ്ട്. ചിലർക്ക് വിദ്യാഭ്യാസ സമയത്ത് അതിയായ വിപ്ലവബോധവും യുക്തിബോധവും ഒക്കെ കാട്ടും. വിവാഹത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ കുറേ ആളുകൾക്കെങ്കിലും അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം നമ്മൾ ചെറിയ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായും അവർ ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്, അത്തരം പല കാര്യങ്ങൾ വരുമ്പോൾ ചിലർക്കൊക്കെ കാലുകളാണ്. അതൊന്നും കുറ്റം പറയുകയല്ല. ആ വരുന്ന ഒരു ജീവിത പങ്കാളി അവരുമായി യോജിച്ചു പോകുന്നതിനുള്ള ബുദ്ധിമുട്ട്, വിശ്വാസിയായ ജീവിത പങ്കാളിയാണ് വരുന്നതെങ്കിൽ അവരുമായി ദൈനംദിനം ഈ ജീവിതത്തിൻ്റെ ഈ നെട്ടോട്ടത്തിൽ തന്നെ അവരുമായുള്ള ആശയപരമായ ഒരു സംഘടനവും കൂടെ വരുമ്പോൾ കുടുംബ ജീവിതത്തിലും ചില പാകപ്പിഴകളുണ്ടാവും. അവിടെയും ചിലരൊക്കെ കോംപ്രമൈസ് ചെയ്യും. അത് കഴിഞ്ഞ് കുട്ടികളായി, കുട്ടികളുടെ വിവാഹമായി, വീട്ടിലെ ഒരു മരണമായി തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഒരു യുക്തിവാദിക്ക് യുക്തിവാദിയായ വീക്ഷണം ഉണ്ടാകും. സ്വാഭാവികമായി നമ്മുടെ സമൂഹം നമ്മെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കാൻ ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കും. അവിടെയൊക്കെ ഫൈറ്റ് ചെയ്ത് എത്രമാത്രം നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു പ്രവർത്തന ശൈലിയും അവൻ്റെ ചിന്താപരമായ ഔന്നത്യവും കാണിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് പലർക്കും അതിന് കഴിയാറില്ല. അത്തരം ഉള്ള ആളുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ വിട്ടുവിട്ട് സംഘവുമായുള്ള ബന്ധം കുറഞ്ഞു. പക്ഷെ നമ്മൾ ഈ പറയുന്ന അവരെ ആരെയും പിണക്കാനോ അല്ലെങ്കിൽ അവരെ ആരെയും അനാവശ്യമായി കുറ്റപ്പെടുത്താനോ പോകേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവരുടെ സാഹചര്യങ്ങൾ, ജീവിതമാണ് ഏറ്റവും വലുത്. ആ ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ ചിലപ്പോൾ ആശയപരമായ ഭ്രംശമുണ്ടായാലും നമ്മൾ അവരെ അനാവശ്യമായി കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത്തരം ആളുകളെ കൂടി കൂട്ടിയിണക്കിക്കൊണ്ട് ആശയപരമായ സമരത്തിൽ ഇപ്പോൾ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ചില ചടങ്ങുകളോട് ചിലപ്പോൾ വിവാഹം നടത്തേണ്ടി വന്നു, അതിന് നിൽക്കേണ്ടി വന്നു. പക്ഷെ അവരെ വിശ്വാസപരമായിട്ടോ അല്ലെങ്കിൽ ആശയപരമായിട്ടോ നമ്മുടെ എതിർപ്പുള്ളത് കൊണ്ടല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ അവരെ അതിലേക്ക് എത്തിക്കുക. അപ്പം അത്തരം സാഹചര്യത്തിൽ വരുന്ന ആളുകളെ കൂടി ചേർത്തുകൊണ്ട് നമ്മുടെ സമരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സമ്മേളനത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് സാംസ്കാരിക മുന്നേറ്റത്തിന് ഐക്യമുന്നണി എന്നതാണ്. അപ്പോൾ സാംസ്കാരിക മുന്നേറ്റത്തിന് നമ്മളൊരു ഒരുമിച്ചുള്ള കൂട്ടായ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ എല്ലാവിധമായ സംഘടനകളെ, അത് നമ്മുടെ കാഴ്ചപ്പാടിൽ ഉള്ളതിന് അപ്പുറമായി ഇപ്പോൾ ജാതിക്കെതിരെയുള്ള ഒരു സമരം, അതിൽ കൂട്ടാവുന്ന ആളുകളെ എത്രത്തോളം അത്തരം സമരങ്ങളിൽ നമുക്ക് എത്തിക്കാൻ കഴിയുമോ ആ മേഖലയിൽ എത്തിക്കാൻ തയ്യാറാണ്. അത്തരം ആളുകൾക്ക് അപ്പുറത്ത് നിന്ന് മതത്തിനെതിരെ സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ആളുകളുണ്ട് എങ്കിൽ അവരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് മതത്തിനെതിരെയുള്ള സമരത്തിനുള്ള ഒരു കൂട്ടായ്മയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന കർമ്മപദവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും.
അതിനൊക്കെ അപ്പുറത്തും ജാതിക്കും മതത്തിനും ദൈവത്തിനും ഒക്കെ അപ്പുറം നിന്നുകൊണ്ട് മനുഷ്യത്വത്തിന് വേണ്ടി മനുഷ്യരാവാൻ വേണ്ടിയുള്ള പ്രയത്നവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ആളുകളെ കിട്ടുകയാണെങ്കിൽ അവരെ നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് യുക്തിവാദി സംഘത്തിൻ്റെ പ്രധാന പോരാളികളാക്കി മാറ്റിക്കൊണ്ട് അവരെയും നമുക്ക് കൊണ്ടുപോകാം. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എല്ലാവരെയും ഒരാളൊരു വിശ്വാസിയായിപ്പോയി എന്ന് പറഞ്ഞ് അയാൾ അടിച്ചോട്ടിക്കേണ്ട കാര്യമേ ഇല്ല. അയാളുടെ ബൗദ്ധികമായ തലത്തിൽ അത്രത്തോളം അയാൾ എത്തുന്നില്ല. അപ്പോൾ അയാളെ കൊണ്ട് നമുക്ക് ഏതെല്ലാം തരത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമോ ആ മേഖലകളിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ജാതിക്കെതിരായ സമരം, അല്ലെങ്കിൽ മതത്തിനെതിരായ സമരം, അന്ധവിശ്വാസങ്ങൾക്കെതിരായുള്ള സമരം, ഇതിൽ ഏത് രംഗത്താണ് ഇവരുടെ സേവനങ്ങൾ നമുക്ക് കിട്ടുക എന്നുള്ളത് പോലെ ഇരിക്കും. പക്ഷേ അവരെ ഈ പറഞ്ഞതുപോലെ ഭാരവാഹിയാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കമ്മിറ്റികൾ ഉൾക്കൊള്ളിക്കാനോ ഒന്നും നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല. പക്ഷെ അവരെ ഒരുമിപ്പിച്ച് നിർത്തി നമ്മുടെ മഹത്തായ ലക്ഷ്യങ്ങളിലേക്കുള്ള മുന്നേറ്റത്തിന് അത് ഉപയോഗിക്കാൻ കഴിയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ വളരെയധികം പരിപാടികൾ, ഒരു യുക്തിവാദി സംഘത്തിന് ചെയ്യാൻ കഴിയുന്നതിലപ്പുറമുള്ള പരിപാടികൾ നമ്മുടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തിയാണ്. വെറും ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്നുള്ളതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് നമ്മുടെ അടിസ്ഥാനപരമായ ആശയങ്ങളെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ദൈനംദിന പ്രശ്നങ്ങൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സമര പരിപാടികളും നമ്മുടെ ആശയ പ്രചരണങ്ങളും എല്ലാം നമ്മൾ നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഉണ്ടായ മാവോയിസ്റ്റ് എന്ന് മുദ്രകുത്തിയ ഡോക്ടർ സായിബ, അദ്ദേഹത്തെ ഇവിടുത്തെ നമ്മുടെ ഭരണകൂടം, ഇവിടുത്തെ വെച്ചാൽ കേരളത്തിലല്ല, ഇന്ത്യയുടെ ഭരണകൂടം അനാവശ്യമായ കേസുകൾ കുരുക്കി അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പ്രൊഫസറായിരുന്നു അദ്ദേഹത്തെ ജയിലിലടച്ചു. അവസാനം ആ കേസുകളിൽ നിന്നും ഒന്നുമല്ല അദ്ദേഹം വിട്ടുവീഴ്ച അദ്ദേഹം പുറത്താക്കപ്പെട്ട്, അല്ലെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് മാറി അദ്ദേഹം വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം മരണപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാലം അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഈ കേസുകളും വഴക്കങ്ങളും എല്ലാം കോടതി അദ്ദേഹത്തെ അതിൽ നിന്നൊക്കെ പിന്തിരിച്ച് കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം അവിടെ നഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുള്ള ആ പ്രതീക്ഷകൾ അവിടെ തീരുകയാണ്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാവോയിസ്റ്റ് ആണോ അല്ലെങ്കിൽ വേറൊരു തീവ്രവാദിയാണോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. ഒരു ആശയത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളെ അകാരണമായി ജയിലുകളിൽ കയറ്റി, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾക്കെതിരെയുള്ള ഭരണകൂടത്തിൻ്റെ കയ്യേറ്റം, അതിനെതിരെയുള്ള പ്രതികരണം. അപ്പൊ അവിടെ യുക്തിവാദം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു. ഒരു മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ ഉണ്ടായത്. അപ്പൊ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ നമ്മൾ ഇടപെടുന്നു. അതുപോലെ കോറി സമരം, അനിയന്ത്രിതമായി ഒരു ലക്കും ലഗാനുമില്ല കോറികൾ അനുവദിക്കുക. നമ്മുടെ നാട്ടിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സകലതും ഉണ്ടാക്കി വയ്ക്കുന്നത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ രാജ്യമാണ്, വളരെ ഇടുങ്ങിയ പ്രദേശമാണ്. ഇവിടുത്തെ ഈ ഭൂപ്രകൃതിയെ നശിപ്പിക്കുന്ന കോറി, സർക്കാർ നൽകുന്ന കോറികൾ പോലും നമുക്ക് അംഗീകരിക്കുന്നതിനപ്പുറമാണ്. അപ്പോൾ അവിടെയാണ് അനധികൃതമായി രാഷ്ട്രീയക്കാരൻ്റെയും സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ഫോക്കസുകളും ചേർന്ന് ഈ ഭൂപ്രകൃതിയെ കൊള്ളയടിക്കും. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു സമരം നടത്തി. അതുപോലെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പാക്കണമെന്ന് നമ്മൾ കുറേ കാലം കൊണ്ട് പല രീതിയിലുള്ള സമരമുറകൾ നടത്തുകയാണ്. ഇനി അതിലൊരു പുതിയൊരു സമരമുറയിലേക്ക് പോകാനില്ല. അത്രത്തോളം സമരം നമ്മൾ അതിനകത്ത് നടത്തി, എല്ലാ മേഖലകളിലും നടത്തി, എല്ലാ ആളുകളെയും കണ്ടു. ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും നമ്മൾ കണ്ടു, രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ കണ്ടു. പക്ഷേ നിർഭാഗ്യവശാൽ ഇതൊക്കെ ബദിര വിലാപം പോലെ അവരുടെ കർണങ്ങളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വീണ്ടും 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 നമ്മളിങ്ങനെ
കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ ഇടതുപക്ഷ മുന്നണിക്ക് കാര്യമായ വോട്ട് നഷ്ടപ്പെട്ട ഈ അയ്യപ്പ സമ്മേളനമൊക്കെ നടത്തിയത്. ഒരു ഇടതുപക്ഷ മൂല്യമുള്ള ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മുന്നണി ഈ ദൈവത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലുമൊക്കെ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ എതിർക്കുന്നു. നമ്മെ സംബന്ധിച്ച് നമ്മൾ നല്ലൊരു സാറൊരു കാര്യമായ കമ്മ്യൂണിസ്റ്റാണ്. നമ്മുടെ ആളുകളിൽ നല്ലൊരു ശതമാനം കമ്മ്യൂണിസ്റ്റുകളാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി അത് എന്നുള്ളതല്ല, രാഷ്ട്രീയ ആശയങ്ങളിൽ നിന്നുള്ള വ്യതിചലനം, അതിനെ നമുക്ക് എതിർത്തേ പറ്റൂ. അപ്പോൾ അന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ജാതി മതങ്ങൾ രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടുക, രാഷ്ട്രീയം ജാതി മതങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടുക. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സെക്രട്ടറിയേറ്റിന് മുമ്പ് സമരം നടത്തി. സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം പൊളിറ്റിക്സ് എന്നുള്ളതാണ് നമ്മുടെ അതുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നു. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ സ്മരണയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഒരു മീറ്റിംഗ് നടത്തി. അതുപോലെ നമ്മൾ ദബോൾക്കർ ദിനം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രക്ഷോഭം. കൽബുർഗി, അതുപോലെ ഗോവിന്ദ് പൻസാരെ, ഗൗരി ലങ്കേഷ്, ഇവരെയൊക്കെ കുറിച്ചുള്ള അനുസ്മരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിലുള്ള ചർച്ചകൾ, സിമ്പോസിയങ്ങൾ, സെമിനാറുകൾ, അങ്ങനെ വിപുലമായ ഒരു സമര അല്ലെങ്കിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഒരു 3 വർഷമായി പ്രവർത്തിക്കുന്നത്. നമ്മെപ്പോഴത്തെ ചെറിയ സംഘടന, നമ്മൾ അത്ര വലിയ സംഘടനയൊന്നുമില്ല, ആൾവരും ചെറിയ സംഘടനയാണ്. ഈ സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കൂടെ കൂട്ടാൻ കഴിയുന്ന ആളുകളുടെ ഒരു സഹായവും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമ്മേക്കാൾ വലിയ സംഘടനകൾ നമ്മെ കൂട്ടില്ല. അപ്പൊ നമ്മേക്കാൾ ആൾബലത്തിൽ കുറവുള്ള, എന്നാൽ ആശയപരമായി നമ്മളുമായി ഒട്ടും കുറവില്ലാത്ത ഒരുപാട് ചെറിയ 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 ഗ്രൂപ്പുകളുണ്ട്. അവരെ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ എടുത്ത തീരുമാനം. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ സാംസ്കാരിക രംഗത്തെ മുന്നേറ്റത്തിന് ഒരു ഐക്യ മുന്നണി അനിവാര്യം എന്നുള്ള നമ്മുടെ സമ്മേളനത്തിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായി ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, സംഘടനകൾ, അവരെ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു പരിശ്രമം നമ്മൾ നടത്തും. നമുക്ക് അത്തരം ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളെക്കാൾ അതിതീവ്രമായി ചിന്തിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ അംഗസംഖ്യ കുറഞ്ഞു. നമ്മളെക്കാൾ കുറെ കൂടി തീവ്രമായി ചിന്തിക്കുന്ന ആളുകളുടെ കൂടെ ഇത്രയും ആളുകൾ പോലും ചിലപ്പോൾ കൂടില്ല. ഭയമാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ സ്വതന്ത്രമായി ചിന്തിക്കാൻ, അഭിപ്രായം പറയുവാൻ ഭയമാണ്. എപ്പോഴാണ് നമ്മളെ ആക്രമിക്കപ്പെടുക എന്നറിയില്ല. ഇവിടെ മഹാത്മാഗാന്ധിക്കും ജവഹർലാൽ നെഹ്റുവിനും പോലും രക്ഷയില്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറുന്നു. ഒരഭിപ്രായം, ക്രിസ്ത്യാനിറ്റിയെ ഓട്ടിച്ചിട്ട് ഉപദ്രവിക്കുകയാണ് വടക്കേ ഇന്ത്യയിൽ. നമ്മൾ മതത്തിനെതിരാണ്, പക്ഷെ ഒരു മതവിശ്വാസിയെ ഈ അങ്ങനെ പീഡിപ്പിക്കാൻ നമ്മൾ അനുവദിക്കില്ല. നമ്മൾ മറ്റേ ബാബരി മസ്ജിദിന്റെ പ്രശ്നം വന്നപ്പോൾ നമ്മൾ ആ സമൂഹത്തിനോടൊപ്പം നിന്നു. അവിടേക്ക് നമ്മൾ കാണുന്നത് സത്യവും ധർമ്മവും നീതിയും ഒക്കെ ചേരണം എന്നുള്ളതാണ്. അവിടെ മതപരമായി ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുക എന്നുള്ളതാണ് യുക്തിവാദിയുടെ കാഴ്ചപ്പാട്. അല്ലാതെ അവരുടെ മറ്റു കാര്യങ്ങൾ, അവർ മതത്തിന്റെ പേരിൽ കാട്ടുന്ന ഈ ന്യൂനപക്ഷങ്ങൾ കാട്ടുന്ന ഏർപ്പാടുകളോടും നമുക്ക് യോജിപ്പില്ല. എങ്കിൽ പോലും അവർക്കെതിരെ തിരിഞ്ഞാൽ നമ്മൾ അവരോടൊപ്പം നിൽക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതാണ് യുക്തിവാദിയുടെ ഒരു വീക്ഷണം.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം പല വീക്ഷണങ്ങളുള്ള ആളുകളെ ഒരുമിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സാംസ്കാരിക രംഗത്ത് കുറെ കൂടി മുന്നോട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഊർജം കിട്ടുക എന്നുള്ളതാണ് നമ്മൾ സാംസ്കാരിക രംഗത്തെ ഐക്യമുന്നണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം ആളുകളെയും കൂടി കൂട്ടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ തീരുമാനം. അതുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വേറെ വലുതായി ഒന്നും പറയുന്നില്ല. നമുക്കറിയാം സംഘടനാ രംഗത്ത് നമ്മൾ വളരെ ശിശുക്കളാണ്, സംഘടനാ രംഗത്ത്. പക്ഷെ ആശയരംഗത്ത് ഈ പറഞ്ഞതുപോലെ 100 വർഷത്തിനപ്പുറത്തുള്ള കേരളത്തിലെ ഒരു അടിസ്ഥാനം യുക്തിവാദത്തിനുണ്ട്. അതിൻ്റെ അവകാശികളാണ് നമ്മൾ VT-യും MC-യും സഹോദരൻ അയ്യപ്പനും ഒക്കെ പടുത്തുയർത്തിയ ആ പ്രസ്ഥാനം. പക്ഷെ ഇന്നത്തെ അതിൻ്റെ ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു പോക്ക് എന്ന് പറയുന്നത് അന്ധമായ രാഷ്ട്രീയ വിധേയത്വം കാട്ടുന്ന ഒരു വിഭാഗം ആളുകൾ അത് കയറി അതിനെ പിടിച്ചടക്കിയിരിക്കുക. അതിനെതിരാണ് നമ്മൾ അതിനകത്ത് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ച് നമുക്കൊരു രാഷ്ട്രീയം ഒരു വിഷയമാണ് എങ്കിൽ പോലും അന്ധമായ രാഷ്ട്രീയത്തിന് നമ്മളില്ല. നമ്മൾ അരാഷ്ട്രീയവാദികളല്ല, പക്ഷെ അന്ധമായ രാഷ്ട്രീയ വിധേയത്വം നമ്മൾ അംഗീകരിക്കുന്നില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിലുള്ള വിയോജിപ്പാണ് നമ്മൾ ഇങ്ങനെ ചെറിയ ഗ്രൂപ്പായി ഇവിടെ നടത്തുന്നത്. എങ്കിൽ പോലും തിരുവനന്തപുരത്ത് എല്ലാ പ്രദേശത്തും വേരോട്ടമുള്ള, എല്ലാ ഭാഗത്തും ആളുകളുള്ള, എല്ലാ ഭാഗത്തും പ്രവർത്തകരുള്ള ഒരു പ്രസ്ഥാനമെന്ന് ആയിട്ട് തന്നെയാണ് തിരുവനന്തപുരം യുക്തിവാദി സംഘം പ്രവർത്തിക്കുന്നത്. എന്നുവെച്ചാൽ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ നിരീക്ഷിച്ച ആളുകൾക്ക് പോലും അറിയാം എത്ര ആളുകൾ, പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ നമ്മളുടെ വേദികളിലെത്തി നമ്മളോട് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരോട് ആശയവിനിമയം നടത്തി അല്ലെങ്കിൽ സംവാദങ്ങൾ നടത്തി. അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല. നമ്മിപ്പോൾ പ്രസ്ഥാനം ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചെറിയ കാര്യമല്ല. അത് നമ്മുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ആദ്യമായി നമ്മുടെ സഹപ്രവർത്തകരോട് പറയാൻ. ഇവിടെ ആളുകളുടെ എണ്ണം അല്പം കുറഞ്ഞു പോയി എന്നുള്ളതൊന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കേണ്ടതില്ല. നാളെ നമ്മുടെ ആളുകൾ എത്തും, നമ്മുടെ ആശയങ്ങൾ നാളെ വളർന്നുകൊണ്ടേയിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഹോദരൻ അയ്യപ്പനിൽ നിന്ന് നമ്മൾ ഇത്രയും എത്തിയില്ലേ? അല്ലെങ്കിൽ ശിവയോഗിയിൽ നിന്ന് നമ്മൾ ഇത്രയും എത്തിയില്ലേ? അയ്യ വൈകുണ്ഠസ്വാമിയിൽ നിന്ന് നമ്മൾ ഇങ്ങെത്തിയില്ലേ? അപ്പൊ നമ്മുടെ ആശയങ്ങൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. 28-ാം തീയതി നമ്മുടെ ജില്ലാ തലത്തിലുള്ള വാർഷിക സമ്മേളനം തൈക്കാട് ഗാന്ധി സ്മാരകനിധിയുടെ ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ അന്ന് രാവിലെ 10 മണിക്ക് സമ്മേളനം ആരംഭിക്കും. നമ്മുടെ എല്ലാ സഹപ്രവർത്തകരും പരമാവധി കുടുംബവുമായിട്ട് തന്നെ ആ സമ്മേളനത്തിലെത്തണം. 10 മണിക്ക് നമ്മുടെ മുൻ മന്ത്രി നീലലോഹിതദാസാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. വിവിധ പരിപാടികളാണ്. ശരീരദാന, മരണാനന്തര ശരീരദാനം, അവയവദാനം, അതുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് പ്രോഗ്രാമുണ്ട്. അതുപോലെ ഈ ഞാനിപ്പോൾ സംസാരിച്ച വിഷയം നമ്മുടെ ഐക്യമുന്നണി, അതിനെക്കുറിച്ചുള്ള ഒരു ഒരു സെമിനാറുണ്ട്. അതുപോലെ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം, നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന ഒരു കുത്തൊഴിഞ്ഞ പോക്ക്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കുത്തൊഴിഞ്ഞെന്ന് പറയുകയും, എന്നാൽ അവർ ഈ നാട്ടിലെ ഭരണകൂടം, കേന്ദ്ര ഭരണകൂടം വളരെ പർപ്പസായി അവരുടെ രാഷ്ട്രീയം നടപ്പാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ രംഗത്തേക്ക് കച്ചകെട്ടി ഇറങ്ങുകയാണ്. എല്ലാ രംഗത്തും വർഗീയതയുടെ താണ്ഡവമാണ്. ആളുകൾ അറിയാതെ നമ്മുടെ പുതിയ തലമുറയെ വർഗീയത പഠിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ സ്കൂളുകളിൽ ഈ ഹൈന്ദവ വർഗീയത പഠിപ്പിക്കപ്പെടും. നമ്മുടെ സ്കൂളുകളിൽ നിന്ന് മുഗൾ സാമ്രാജ്യവും അല്ലെങ്കിൽ ഇസ്ലാമിക് ചരിത്രവും മാറ്റപ്പെടുന്നു. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും മാറ്റപ്പെടുന്നു. ഇന്നലത്തെ അവസാനത്തെ മഹാത്മാഗാന്ധി തൊഴിൽദാന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഗാന്ധിജിയെ വരെ മാറ്റപ്പെടുന്ന നിലയിലേക്ക് നമ്മുടെ പുതിയ കേന്ദ്ര ഭരണകൂടം പർപ്പസായി ബോധപൂർവം മുന്നോട്ട് പോവുകയാണ്.
അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ കാര്യമായി പ്രവർത്തിക്കേണ്ട മണ്ഡലമാണ്. നമ്മൾ തിരിഞ്ഞു നിൽക്കാൻ പാടില്ല. ഇന്നുകളിൽ അവർ ആക്രമിക്കപ്പെടുന്ന ഹിന്ദു അല്ല, ഇസ്ലാമാവാം, ക്രിസ്ത്യാനിയാവാം, കമ്മ്യൂണിസ്റ്റ് ആവാം, നാളെ നമ്മളുമാവാം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ള അല്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അതിനുള്ള ഊർജം കണ്ടെത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഏവർക്കും അഭിവാദ്യം.